ഓം ശാന്തി 3-4-2024. ഇന്നത്തെ മുരളിയുടെ മെയിൻ പോയിന്റ്സ്. മധുരമായ കുട്ടികളെ, ബാബയുടെ ഓർമ്മയിൽ സദാ ഹർഷിതമായിരിക്കൂ. പഴയ ദേഹത്തിൻ്റെ ബോധം വിട്ടുകൊണ്ടിരിക്കൂ. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് യോഗബലത്തിലൂടെ വായുമണ്ഡലത്തെ ശുദ്ധമാക്കാനുള്ള സേവനം ചെയ്യണം. നാം ശരീരത്തിലിരിക്കെ തന്നെ ശരീരബോധത്തിൽ നിന്ന് വേറിടണം. എന്നാലാണ് ബാബയുടെ ഓർമ്മയിലിരുന്ന് ഹർഷിതമാകാൻ സാധിക്കുന്നത്. ബാബയുടെ ഓർമ്മയിൽ നമ്മൾ ഇരിക്കുമ്പോൾ സ്വയം നമ്മൾക്ക് മാത്രമല്ല ഹർഷമുണ്ടാകുന്നത്, എന്നാൽ ഓർമ്മയിലൂടെ ചുറ്റുമുള്ള വായുമണ്ഡലവും അതുപോലെ തന്നെ മുഴുവൻ ലോകത്തിലെ വായുമണ്ഡലവും ശുദ്ധമായിക്കൊണ്ടിരിക്കുന്നു. കാരണം വായുമണ്ഡലം ശുദ്ധമാകുന്നത് യോഗബലത്തിലൂടെയാണ്. അതിനാൽ ബാബ പറയുന്നു, ബാബയുടെ ഓർമ്മയിൽ ഇരിക്കുക, ദേഹബോധം വിടുക. ചോദ്യം: സ്കോളർഷിപ്പ് എടുക്കുന്നതിന് അല്ലെങ്കിൽ സ്വയം തനിക്ക് തന്നെ രാജ്യാധികാരത്തിൻ്റെ തിലകം നൽകുന്നതിന് ഏതു പുരുഷാർത്ഥം വേണം? ഉത്തരം: രാജ്യാധികാരത്തിൻ്റെ തിലകം ലഭിക്കുന്നത് എപ്പോഴാണോ ഓർമ്മയുടെ യാത്രയുടെ പുരുഷാർത്ഥം ചെയ്യുന്നത് അപ്പോഴാണ്. പരസ്പരം സഹോദരങ്ങളാണെന്ന് മനസ്സിലാക്കുന്നത് അഭ്യസിക്കൂ, എങ്കിൽ നാമരൂപത്തിൻ്റെ ബോധം മാറും. അനാവശ്യ കാര്യങ്ങൾ ഒരിക്കലും കേൾക്കരുത്. ബാബ എന്ത് കേൾപ്പിക്കുന്നോ അത് കേൾക്കൂ. മറ്റുള്ള കാര്യങ്ങളോട് ചെവി അടച്ചുവെക്കൂ. പഠിത്തത്തിൽ പൂർണ്ണ ശ്രദ്ധ നൽകൂ, എങ്കിൽ സ്കോളർഷിപ്പ് ലഭിക്കാൻ സാധിക്കും. സ്വയം നമുക്ക് തന്നെ രാജ്യതിലകം നൽകുന്നതിന് ബാബ പറയുന്നു, ഓർമ്മയുടെ യാത്രയുടെ പുരുഷാർത്ഥം ചെയ്യണം. നമ്മളുടെ എല്ലാ ബന്ധവും ബാബയോടായിരിക്കണം. അതിനോടൊപ്പം തന്നെ നമ്മൾ എല്ലാ കാര്യവും സത്യസന്ധമായി ബാബയോട് പറയണം. ബാബ എന്ത് ശ്രീമത്താണോ നമുക്ക് തരുന്നത് അതിനനുസരിച്ച് തന്നെ മുന്നോട്ടു പോകണം. അതിനോടൊപ്പം സഹോദരങ്ങളാണ് എന്ന് മനസ്സിലാക്കുന്നത് അഭ്യസിക്കണം. ഞാൻ ആത്മാവാണ്, ചുറ്റുമുള്ളവരെല്ലാവരും ആത്മാക്കളാണ്, അവരെല്ലാവരും എൻ്റെ സഹോദരങ്ങളാണ്. ഇങ്ങനെ അഭ്യസിക്കുന്നതിലൂടെ നാമരൂപത്തിൻ്റെ ബോധം മാറും. അനാവശ്യമായ കാര്യങ്ങൾ ഒരിക്കലും നമ്മൾ കേൾക്കുകയോ കാണുകയോ വായിക്കുകയോ ചെയ്യരുത്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളുടെ മുന്നിലേക്ക് വന്നാൽ ചെവി അടയ്ക്കാനാണ് ഇന്ന് ബാബ പറയുന്നത്. ബാബ എന്ത് കേൾപ്പിക്കുന്നുവോ അത് മാത്രം കേട്ടാൽ മതി. കാരണം ഒരു പാത്രത്തിൽ ശുദ്ധമായ വെള്ളമാണ് നിറയ്ക്കേണ്ടത് എങ്കിൽ ആ പാത്രത്തിൽ ശുദ്ധവെള്ളം നിറയ്ക്കുന്നു. എന്നാൽ അതിൻ്റെ കൂട്ടത്തിൽ അശുദ്ധമായ വെള്ളവും നിറച്ചാൽ അതിനെ മൊത്തത്തിൽ ശുദ്ധവെള്ളം എന്ന് പറയാൻ സാധിക്കില്ല. അതുപോലെ നമ്മളുടെ ഉള്ളിലേക്കും നമ്മൾ ബാബ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് എടുക്കുന്നത് എങ്കിൽ, മറ്റുള്ള കാര്യങ്ങൾ എടുക്കുന്നില്ല എങ്കിൽ നമ്മൾക്ക് പുരുഷാർത്ഥത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. സ്കോളർഷിപ്പ് ലഭിക്കുകയും ചെയ്യും. ഇതിനോടൊപ്പം പഠിത്തത്തിലും പൂർണ്ണ ശ്രദ്ധ വേണം. ബാബ എന്നും മുരളിയിൽ ഏകദേശം ഒരേ തരത്തിലുള്ള വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ എല്ലാ ദിവസവും അർത്ഥം വേറെ വേറെയാണ്. തീർച്ചയായും ചില വാക്യങ്ങൾ എല്ലാ ദിവസവും ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ അത് ഏത് സമയം ഏത് രീതിയിൽ പ്രയോഗിച്ചിരിക്കുന്നു അതിനനുസരിച്ച് ഓരോ ദിവസവും പുതുതായിട്ടാണ് നമ്മളുടെ മുന്നിൽ മുരളി എത്തുന്നത്. മുരളിയിലെ വാക്കുകളും വാക്യങ്ങളും മാത്രമല്ല, അതിൻ്റെ ഭാവവും അതിൻ്റെ പിന്നിലുള്ള രഹസ്യവും അറിയുന്നതിനും നാം തീർച്ചയായും പഠിത്തത്തിൽ ശ്രദ്ധിക്കണം. ഇപ്രകാരമാണ് നമ്മൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കുന്നത്. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. പരിധിയില്ലാത്ത ബാബയിൽ നിന്ന് സെർച്ച് ലൈറ്റ് എടുക്കുന്നതിന് ബാബയുടെ സഹായിയാകണം. മുഖ്യ ബാറ്ററിയോട് തൻ്റെ കണക്ഷൻ യോജിപ്പിച്ച് വെക്കണം.
ഒരു കാര്യത്തിലും സമയം വേസ്റ്റ് ആക്കരുത്. 2. സത്യമായ സമ്പാദ്യം ശേഖരിക്കുന്നതിന് അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ സത്യമായ സേവനം ചെയ്യുന്നതിന് ഒരു ബാബയുടെ ഓർമ്മയിലിരിക്കണം. എന്തുകൊണ്ടെന്നാൽ ഓർമ്മയിലൂടെയാണ് വായുമണ്ഡലം ശുദ്ധമാകുന്നത്, ആത്മാവ് സത്വപ്രധാനമാകുന്നത്, അപാര സന്തോഷം അനുഭവിക്കുന്നത്, കർമ്മേന്ദ്രിയങ്ങൾ വശപ്പെടുന്നത്. ആദ്യത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ബാബയിൽ നിന്ന് സകാഷ് എടുക്കുന്നതിന് അല്ലെങ്കിൽ സെർച്ച് ലൈറ്റ് എടുക്കുന്നതിന് ബാബയുടെ സഹായി ആകണം. ആരാണോ സേവനത്തിൽ തൽപരരായിരിക്കുന്നത്, ആരാണോ ബാബയെ ഓർമ്മിക്കുന്നത്, അവർക്കാണ് ബാബ സെർച്ച് ലൈറ്റ് കൊടുക്കുന്നത്. ഏറ്റവും മുഖ്യമായ ബാറ്ററി ബാബയാണ്. കാരണം ബാബ സാഗരമാണ്. അങ്ങനെയുള്ള സാഗരനുമായി അല്ലെങ്കിൽ മുഖ്യ ബാറ്ററിയുമായി നമ്മുടെ കണക്ഷൻ യോജിപ്പിച്ച് വെക്കണം. ഒരു കാര്യത്തിലും സമയം കളയരുത്. രണ്ടാമത്തെ പോയിന്റിൽ ബാബ പറയുന്നു, ഈ ഭാരതത്തിൻ്റെ സേവനം ചെയ്യാനാകട്ടെ, തൻ്റെ സമ്പാദ്യം വർദ്ധിപ്പിക്കാനാകട്ടെ, ഒരു ബാബയുടെ ഓർമ്മയിൽ തന്നെ ഇരിക്കണം. കാരണം ഈ ഓർമ്മയിലൂടെ വായുമണ്ഡലം ശുദ്ധമാകുന്നു. ഇന്ന് മുഴുവൻ ലോകത്തിലും അശുദ്ധമായ വാതാവരണമാണ്. ഇതിനെ മാറ്റി ശുദ്ധമാക്കുന്നതിന് യോഗം തീർച്ചയായും വേണം. ആത്മാവ് സത്വപ്രധാനവുമാകുന്നു. ആത്മാവിൽ നിന്ന് കറ മാറുന്നു, തുരുമ്പ് മാറുന്നു. ഇതിലൂടെ അപാര സന്തോഷവും ഉണ്ടാകുന്നു. കാരണം നാം സ്വയം പവിത്രമാകുന്നതോടെ നമ്മളുടെ ഉള്ളിൽ സന്തോഷത്തിൻ്റെ സമ്പാദ്യവും വർദ്ധിക്കുന്നു. ഒപ്പത്തിനൊപ്പം കർമ്മേന്ദ്രിയങ്ങളും നമ്മൾക്കനുസരിച്ച് മുന്നോട്ടു പോകാൻ തുടങ്ങുന്നു. വരദാനം: സ്വപരിവർത്തനത്തിലൂടെ വിശ്വപരിവർത്തനത്തിൻ്റെ കാര്യത്തിൽ മനസ്സാഗ്രഹിക്കുന്ന സഫലത പ്രാപ്തമാക്കുന്ന സിദ്ധി സ്വരൂപരായി ഭവിക്കട്ടെ. ഓരോരുത്തരും സ്വപരിവർത്തനത്തിലൂടെ വിശ്വപരിവർത്തനം ചെയ്യുന്ന സേവനത്തിൽ മുഴുകിയിരിക്കുകയാണ്. എല്ലാവരുടെ മനസ്സിലും ഈ ഒരു ഉത്സാഹ ഉന്മേഷമുണ്ട്. ഈ വിശ്വത്തെ പരിവർത്തനപ്പെടുത്തുക തന്നെ വേണം എന്ന് നിശ്ചയവുമുണ്ട്. പരിവർത്തനമാകുകയും വേണം. എവിടെ ധൈര്യമുണ്ടോ അവിടെ ഉന്മേഷവും ഉത്സാഹവും ഉണ്ട്. സ്വപരിവർത്തനത്തിലൂടെയാണ് വിശ്വപരിവർത്തനത്തിൻ്റെ കാര്യത്തിൽ മനസ്സാഗ്രഹിക്കുന്ന സഫലത പ്രാപ്തമാകുന്നത്. എന്നാൽ ഈ സഫലത അപ്പോഴാണ് ലഭിക്കുന്നത് എപ്പോഴാണോ ഒരേ സമയം തന്നെ വൃത്തിയും വൈബ്രേഷനും വാണിയും മൂന്നും ശക്തിശാലി ആയിരിക്കുന്നത്. സ്വപരിവർത്തനം എന്നാൽ നമ്മളുടെ പഴയ സ്വഭാവ സംസ്കാരങ്ങളെ മാറ്റിയെടുക്കുന്നതാണ്. ഈ സ്വപരിവർത്തനത്തിലൂടെയാണ് വിശ്വപരിവർത്തനം സംഭവ്യമാകുന്നത്. എല്ലാവർക്കും വിശ്വത്തെ പരിവർത്തനപ്പെടുത്തണം എന്നുള്ള ഉന്മേഷ ഉത്സാഹമുണ്ട്. അതിനുള്ള ധൈര്യവുമുണ്ട്. വിശ്വപരിവർത്തനത്തിനായിയാണ് സ്വപരിവർത്തനവും നാം ചെയ്യുന്നത്. ഈ സ്വപരിവർത്തനത്തിലൂടെ നമ്മൾക്ക് ആഗ്രഹമുള്ള സഫലത നമ്മൾക്ക് പ്രാപ്തമാകുന്നു. എന്നാൽ നമ്മുടെ മനോവൃത്തിയും വൈബ്രേഷനും വാണിയും മൂന്നും ഒരുപോലെ ശക്തിശാലി ആയിരിക്കണം. അപ്പോഴാണ് ആഗ്രഹിക്കുന്ന സഫലത ലഭിക്കുന്നത്. സ്ലോഗൻ: വാക്കുകളിൽ സ്നേഹവും സംയമനവും ഉണ്ട് എങ്കിൽ വാക്കുകളുടെ എനർജി ശേഖരിക്കപ്പെടും. വാക്കുകളെ ശക്തിശാലിയാക്കുന്നതിന്, അതിനോടൊപ്പം തന്നെ ഫലദായി ആക്കുന്നതിന് നമ്മളുടെ വാക്കുകളിൽ സ്നേഹമുണ്ടായിരിക്കണം, സംയമനം ഉണ്ടായിരിക്കണം. അപ്പോൾ വാക്കുകളുടെ എനർജി ശേഖരിക്കപ്പെടുന്നു. ഓം ശാന്തി.